പറയുന്നത് ഏതോ സംഘം കാട്ടിലേക്ക് ഇരച്ചു കയറുന്നു, അവിടെ എന്താണ് ബോധപൂർവം ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു, അതിനെ മുറിവേൽപ്പിക്കുന്നു. ആ സംഘം ഏതാണ്ട് മന്ത്രി സഭയിൽ പറയുന്നതല്ലേ? ആ സംഘം ഏതാണ്ട് മന്ത്രി പറയണം. എസ്.കെ. സതീഷ് അറിയാമെങ്കിൽ എസ്.കെ. സതീഷ് ആ സംഘം എന്ന് പറഞ്ഞോട്ടെ. എസ്.കെ. സതീഷ് ഈ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് സർക്കാരിന് എന്തെങ്കിലും ഔദാര്യമല്ല, അത് ഗൈഡ് ലൈൻ പ്രകാരം കൊടുക്കുന്ന നഷ്ടപരിഹാരമാണ്. ഇന്നിപ്പോ മന്ത്രി പറയുകയാണ് 10 ലക്ഷം അല്ലാതെ 11 ലക്ഷമാക്കുന്നു. SC/ST വിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചാൽ 11 ലക്ഷം എന്ന് പറയുന്നത് കേന്ദ്ര ഗൈഡ് ലൈനാണ്, ഏതെങ്കിലും തരത്തിൽ ഔദാര്യമല്ല. ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കാം. ഉത്തരവ് ആർക്കും ചെയ്യാവുന്നതാണ്. വെടിവെക്കോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനപ്പുറം കാട്ടാനയായും കാട്ടുപോത്തായും പന്നിക്കൂട്ടങ്ങളായും മനുഷ്യരെ മലയോര മേഖലകളിൽ ഈ കാട്ടുമൃഗങ്ങൾ കൊന്നൊടുക്കുമ്പോൾ ശാശ്വത പരിഹാരത്തിനായി നമുക്കൊന്നും ചെയ്യാനില്ലേ? എസ്.കെ. സതീഷ് അല്ല മുതലാളി, ഇവൻ എന്താ ചോദിച്ചതിന് മറുപടി പറയാത്തത്? കുറേയേറെ കാര്യങ്ങൾ ഹാഷ്മിയുടെ ഇൻട്രോ ഉൾപ്പെടെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഭയന്നു പോകുന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ പറയാൻ വാസണം വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാ പോരായിരുന്ന? ഇവിടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നത് കൂട്ടായി തന്നെ ആലോചിച്ചും കൂട്ടായി തന്നെ പരിശ്രമിച്ചും പരിഹരിക്കേണ്ട വിഷയമാണ്. നടന്നോ അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയുള്ളൂ. ആളുകളിൽ ആദ്യം ഉണ്ടാക്കുക, ഭീതി ഉണ്ടാക്കുക, ആരെങ്കിലും 23 ജനുവരിയാണെന്ന് ഓർമ്മ. പുതുശ്ശേരി വെള്ളാരംകുന്ന് പള്ളിപ്പുറത്ത് തോമസ് എന്നൊരു കർഷകർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. താങ്കൾ പറഞ്ഞ പോലെ കൂട്ടായിരുന്ന വലിയ ആലോചനയിൽ എന്തൊക്കെയോ എത്രയൊക്കെ എന്താണ് ഇന്ന പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് മാർച്ചിൽ സമർപ്പിച്ചതാണ്. എസ്.കെ. സതീഷ്, ആ മാസ്റ്റർ പ്ലാനെ പറ്റി സതീഷ് എന്തെങ്കിലും അറിവുണ്ടോ? ഞാൻ പറയട്ടെ, ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് തയ്യാറാക്കപ്പെട്ട മാസ്റ്റർ പ്ലാൻ അത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഇതുവരെ ആ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് 628 കോടി രൂപയുടെ പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുകയോ അത് പരിഗണിക്കുകയോ ചെയ്യുന്ന സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? അത് 6 മാസ്റ്റർ പ്ലാൻ 6 ഭാഗങ്ങളാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. ആ മാസ്റ്റർ പ്ലാൻ അല്ലല്ല, എല്ലാം കൊണ്ട് കേന്ദ്രത്തിലേക്ക് വെക്കല്ലേ? കേന്ദ്ര സഹായം തൽക്കാലം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് പറയാമോ സജീഷേ? എല്ലാം കേന്ദ്രത്തിലേക്ക് വെക്കാതെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇപ്പോ ടൈഗറിന്റെ അക്രമം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ആവറേജ് ഒരു വർഷത്തെ ടൈഗർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം 56 അതിൽ കൂടുതൽ കേരളമല്ല. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നത്. 1-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും 2-ാം സ്ഥാനത്ത് UP-യും 3-ാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാളും ഉൾപ്പെടെയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലാണ് 75% ആളുകളും ടൈഗറിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഈ നിലയിലേക്ക് കേരളത്തിലില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. നമുക്ക് വേദനയുടെ സങ്കടത്തിന്റെ ഈ രാത്രി, ആഴ്ചയിൽ ഒന്നോളം കാട്ടാന ചവിട്ടി തേച്ച് കളയുന്ന മനുഷ്യരുടെ ചോര കാണുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കണോ എസ്.കെ. സതീഷ്? അത് വിവേകമാണോ? താങ്കൾ തന്നെ ആലോചിച്ച് കണക്ക് പറയൂ. അത് വിവേകമാണെങ്കിൽ ഒരുമാതിരി സ്റ്റാൻഡേർഡില്ല സംസാരിക്കരുത് കേട്ടോ. വിവേകത്തോടുകൂടി നടക്കുന്ന ചർച്ചയിലല്ലേ നമുക്ക് വിവേകത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റൂ. നിങ്ങളുടെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? നിങ്ങളൊരു ഇൻട്രോ ഇങ്ങനെ തയ്യാറാക്കി വെക്കുക. അതിൽ എത്രമേൽ ആരെയും ആക്രമിക്കാൻ എന്ത് ഭാഷയും പ്രയോഗിക്കാം. വാക്കുകൾക്ക് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ആ അർത്ഥത്തെക്കുറിച്ചും അത് ആരിലാണ് ചെന്ന് പതിക്കുന്നതെന്നും എന്താണ് അതിന്റെ മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന അഭിപ്രായം എന്ത് എന്നെല്ലാം സ്വയം പരിശോധിക്കുക. കാണിച്ച തെണ്ടിത്തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത്. അല്ല, അങ്ങ് ചൂണ്ടിക്കാണിക്കൂ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കൂ. 17 ആള് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കൂ. ഞാൻ താങ്കളോട് തർക്കിക്കാനില്ല ആഷ്മി. എന്റെ ഉദ്ദേശം അതല്ല. താങ്കളോട് തർക്കിച്ച് സമയം കളയാൻ ഉദ്ദേശിച്ചു വന്നിരിക്കുകയല്ല ഞാൻ. അതിനെനിക്കൊട്ട് സമയവുമില്ല. എന്ത് വിഷയം കിട്ടിയാലും ഇവിടെ കേരളത്തിൽ സർക്കാരിനെ കുറ്റം പറയുക, അതിന് കഥാപ്രസംഗ രൂപത്തിൽ എന്തും അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അലോസരപ്പെടുത്തിയെങ്കിൽ താങ്കൾക്ക് അതിൽ വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും ഒരു പോയിന്റ് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. 100% വസ്തുതകളാണ് ഞാൻ പറഞ്ഞത്. വസ്തുതാവിരുദ്ധമായ ഒരു ഒറ്റ പോയിന്റ് കാണിച്ചു തരാൻ അല്ലെങ്കിൽ പോലും വസ്തുതയിലേക്ക് കടക്കാതെയാണ് നിങ്ങളുടെ ഇൻട്രോ അവതരിപ്പിച്ചത്. ഒരു കാര്യം പറയാം, ഒറ്റ വസ്തുതാവിരുദ്ധമായ കാര്യം പറയാം. മറ്റുള്ളവരെ അവമതിക്കാനുള്ള ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം അങ്ങേക്ക് പറയാമോ? അതല്ല ഉദ്ദേശം. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച നോക്കിയാൽ മതി സജീഷേ, മനുഷ്യരെ ചവിട്ടി തേക്കുക,
എന്ന് പറഞ്ഞാൽ ഈ ആനയൊക്കെ ചവിട്ടി കൊല്ലുന്നുണ്ടല്ലോ, ശരി, തലയും കയ്യും ശരി. കാലും വയറും നിങ്ങളൊരു പണ്ടവും 10 വേറെ കിടക്കുന്ന 15 ശരീരങ്ങൾ കാണുക. അല്ല. നമ്മുടെ കഥാപ്രസംഗം ഇവിടെ ഒരു മര്യാദ വേണം. ആ നിങ്ങൾ ഏകപക്ഷീയമായി ഈ കാലത്തെ എന്തോ കുഴപ്പമെന്ന് ശരി ശരി, ഞാൻ ഏകപക്ഷീയമാണ്, ഞാൻ ഏകപക്ഷീയമാണ്, ഞാൻ മലയോര മനുഷ്യരുടെ കൂടെ തന്നെയാണ്, തർക്കമാക്കരുതില്ല, ഞാൻ നിഷ്പക്ഷമല്ല. അതിനപ്പുറത്തൊപ്പമാണ് ഞങ്ങൾ. ആ പച്ച തെറിയേക്കണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കോ. കാര്യത്തിൽ ഞാൻ മലയോരത്തിനൊപ്പം തന്നെയാണ്, അതൊരു തർക്കം വേണ്ട. ശരി, ഓക്കെ ഓക്കെ. അപ്പുറത്ത് നിങ്ങൾക്ക് വാചക കസർത്തല്ലാതെ അതിനപ്പുറത്ത് സാധ്യമല്ല. അല്ല, സാധ്യമാവും, നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.